കൃപാസനം പത്രം ജൂലൈ 2025 പാർട്ട് 5. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തൃശൂർ കൊരട്ടിയിൽ നിന്നുള്ള ബിന്ദു അഗസ്റ്റിൻ്റെ സാക്ഷ്യം. 18 വർഷമായി ഉണ്ടായിരുന്ന നടുവേദന ഒറ്റ ഉടമ്പടി വഴിയായി ഉടമ്പടി തൈലത്തിൻ്റെ വിശ്വാസപ്രയോഗം വഴി സൗഖ്യപ്പെട്ട സാക്ഷ്യം. എനിക്ക് 18 വർഷമായി സിവിയർ ബാക്ക് പെയിനും സ്വെല്ലിങ്ങുമായിരുന്നു. ഡ്യൂട്ടി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര വേദനയും അസ്വസ്ഥതയുമായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം നടുവിൽ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ സെക്കൻഡിൽ തന്നെ എൻ്റെ നടുവേദന പൂർണ്ണമായും വിട്ടുമാറി. കൂടാതെ 25 വർഷമായി ഭർത്താവിൻ്റെ പേരിലേക്ക് സ്ഥലം എഴുതി കിട്ടാനുണ്ടായിരുന്നു. വെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉടമ്പടി എടുത്ത് 1 മാസത്തിനുള്ളിൽ സ്ഥലം ഭർത്താവിൻ്റെ പേരിൽ എഴുതി കിട്ടി. സൗദിയിലായിരുന്ന ഞങ്ങൾക്ക് ജപമാല റാലിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കോൺട്രാക്റ്റ് തീരുന്നതിന് മുമ്പ് ഫുൾ ബെനിഫിറ്റ് കിട്ടി പോരുന്നതിന് സാധിച്ചു. ബാംഗ്ലൂരിൽ നിന്നുള്ള ഡോക്ടർ എലോണയുടെ സാക്ഷ്യം. ഒരു അനസ്തെറ്റിസ്റ്റായി ഞാൻ ഫൈനൽ ഇയർ എക്സാം പാസ്സാകുന്നില്ലായിരുന്നു. 4 പ്രാവശ്യം എഴുതിയിട്ടും തിയറി പാസ്സാകുന്നില്ലായിരുന്നു. 5ാമത്തെ പ്രാവശ്യം എഴുതുന്നതിന് മുമ്പ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. വീണ്ടും എക്സാം എഴുതുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പോയി രക്ഷപ്പെടൂ മക്കളെ എന്ന് പറഞ്ഞു. എക്സാമിന് കയറിയപ്പോൾ വെഞ്ചരിച്ച് ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു. എക്സാം വളരെ ടഫായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി. അതിനുശേഷം പ്രാക്ടിക്കൽ എക്സാം പാസ്സാവുകയും അനസ്തെറ്റിസ്റ്റായി ജോലി ചെയ്യുകയും ചെയ്യുന്നു. കറുകുറ്റിയിൽ നിന്നുള്ള ജിഷ സെബാസ്റ്റ്യന്റെ സാക്ഷ്യം. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ സൈത്ത് പൂശി പ്രാർത്ഥിച്ച ശേഷം കൺമുന്നിൽ കണ്ട അത്ഭുതം. എൻ്റെ മകന് ശ്വാസമുട്ടൽ വന്ന് ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ 95% അഡിനോയിഡ് ഉണ്ടായിരുന്നു. സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച ശേഷം പിന്നീട് ഇതുവരെ അസുഖം വന്നിട്ടില്ല. കൂടാതെ മകൻ്റെ കാൽ സൈക്കിളിൻ്റെ ഇടയിൽപ്പെട്ട് മുറിഞ്ഞു. ബാക്കി എല്ലാ മുറിവുകളും കരിഞ്ഞുവെങ്കിലും ഒരു മുറിവ് 4-5 പ്രാവശ്യം ഡോക്ടറെ കണ്ട് ഡ്രസ് ചെയ്തുവെങ്കിലും ഉണങ്ങുന്നില്ലായിരുന്നു. അത് ഉണങ്ങാത്തതിനാൽ അനസ്തേഷ്യ കൊടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് സൈത്ത് പൂശിയതിൻ്റെ ഫലമായി പിറ്റേ ദിവസം തന്നെ മുറിവ് ഉണങ്ങി. കോട്ടയം കിടങ്ങൂരിൽ നിന്നുള്ള ഷാനിമോളുടെ സാക്ഷ്യം. 15 വർഷമായി കുഞ്ഞുങ്ങളില്ലാതിരുന്ന മകൾക്ക് വേണ്ടി ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് നൽകിയത് ഇരട്ടി അനുഗ്രഹം. എൻ്റെ മകൾക്ക് വിവാഹശേഷം 15 വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഡോക്ടറെ കണ്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തെങ്കിലും ഫലമില്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് നിയോഗം വയ്ക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ അവർക്ക് കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായി മകൾ പ്രഗ്നൻ്റ് ആവുകയും സ്കാനിങ്ങിൽ ഇരട്ട കുട്ടികളാണെന്നും പറഞ്ഞു. 5ാം മാസത്തെ സ്കാനിങ്ങിൽ ഒരു കുഞ്ഞിന് വളർച്ചയില്ലെന്നും അബോർട്ട് ചെയ്യണമെന്നും പറഞ്ഞു. വെഞ്ചരിച്ച് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഒരു കുഴപ്പവും കൂടാതെ 2 കുഞ്ഞുങ്ങളെയും നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. കോട്ടയം മണിമലയിൽ നിന്നുള്ള ജെസിയുടെ സാക്ഷ്യം. അവർ ഡെയിലി ബ്രെഡിൽ ജോസഫ് അച്ഛൻ വിളിച്ചു പറഞ്ഞ രോഗസൗഖ്യ സന്ദേശം എൻ്റേതായിരുന്നു. എൻ്റെ വലത് കൈ മുകളിലേക്ക് പൊക്കുവാനോ തിരിക്കുവാനോ എനിക്ക് ഡ്രസ്സ് ഇടുവാനോ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ ഓപ്പറേഷൻ അല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെട്ടു. കൂടാതെ എൻ്റെ കാലിൻ്റെ ഞരമ്പ് ബൾജ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അവർ ഡെയിലി ബ്രെഡ് എന്ന ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് കാലിൻ്റെ ഞരമ്പ് ബൾജ് ചെയ്തവരെ സൗഖ്യപ്പെടുത്തുന്നുവെന്ന് സന്ദേശം പറഞ്ഞു. ആ സമയം തന്നെ എനിക്ക് സൗഖ്യം ലഭിച്ചു. തമിഴ്നാട്ടിൽ നിന്നുള്ള ഏഞ്ചലിൻ്റെ സാക്ഷ്യം. ഓൺലൈൻ ഉടമ്പടി വഴിയായി MBBSന് എനിക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ 2 വർഷമായി നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. ആ സമയം കോവിഡിൻ്റെ ആദ്യഘട്ടമായിരുന്നതിനാൽ എക്സാം പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരുന്നു. അതിനാൽ എനിക്ക് ഒന്നും പഠിക്കാൻ പറ്റിയിരുന്നില്ല. ഞാൻ കൃപാസനം പത്രത്തിലൂടെ കൃപാസനത്തെക്കുറിച്ച് അറിയുകയും ഓൺലൈനായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ഓൺലൈൻ ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് നന്നായി പഠിക്കാനും നീറ്റ് എക്സാം എഴുതി പാസ്സാകുന്നതിനും കർണാടകയിൽ MBBSന് അഡ്മിഷനും കിട്ടി. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എല്ലാ പരീക്ഷകളും പാസ്സായി ഡോക്ടർ ആകുന്നതിനും സാധിച്ചു. നിരണത്ത് നിന്നുള്ള ജെയിൻ ഫിലിപ്പ് തോമസിൻ്റെ സാക്ഷ്യം. കേസിൽ അകപ്പെട്ടാൽ 7 വർഷത്തേക്ക് ജാമ്യം കിട്ടില്ല എന്നാണ് അറിഞ്ഞത്.
ജയിൽ ചാപ്പലിൽ ഇരുന്ന് ഉടമ്പടി എടുക്കാമെന്ന് നേർന്നപ്പോൾ സംഭവിച്ചത്. ഞാൻ നാഗാലാൻഡിൽ അധ്യാപകനായി ജോലി നോക്കുന്ന സമയത്ത് പുസ്തകവുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ അകപ്പെട്ട് ജയിലിലായി. 7 വർഷം കഴിയാതെ എനിക്ക് ജാമ്യം കിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ജയിലിലെ ചാപ്പലിൽ കയറി പരിശുദ്ധ അമ്മയോട് എന്നെ ഇവിടെ നിന്ന് പുറത്തിറക്കി എന്നെ അനുഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഉടമ്പടിയെടുത്ത് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം 85 ദിവസത്തിനുള്ളിൽ എനിക്ക് ജാമ്യം തന്ന് പുറത്തിറക്കി. കേസ് കൊടുത്തവർ തന്നെ ഈ കേസ് കോംപ്രമൈസ് ആക്കുന്നതിന് ഇങ്ങോട്ട് വന്ന് എന്നെ കേസിൽ നിന്ന് പരിപൂർണമായി മോചിപ്പിച്ചു. കൂടാതെ എനിക്ക് ജോലിയില്ലാത്ത അവസ്ഥയായിരുന്നു. പരിശുദ്ധ അമ്മ നല്ലൊരു ജോലി തന്ന് അനുഗ്രഹിച്ചു. കേസുമായി ബന്ധപ്പെട്ട് ചിലവായ 3 ലക്ഷം രൂപയും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ കൊടുത്തു തീർക്കാൻ സാധിച്ചു. തൊടുപുഴ വഴിത്തലയിൽ നിന്നുള്ള ശോശാമ്മയുടെ സാക്ഷ്യം. 2ാം നിലയിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ മകനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാൽ മരിച്ചു പോകുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഉടമ്പടി തൈലം പുരട്ടിയപ്പോൾ സംഭവിച്ചത്: ഞങ്ങളുടെ മകൻ വീടിന്റെ 2ാം നിലയിൽ നിന്ന് താഴേക്ക് വീണ് ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിലാക്കി. ഇനി മകൻ കാൽ അനക്കുകയോ നടക്കുകയോ ഇല്ലെന്നും വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാൽ മരിച്ചു പോകുമെന്നും ഡോക്ടർ പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പരിശുദ്ധ അമ്മയോട് എൻ്റെ മകൻ ആരുടെയും സഹായമില്ലാതെ നടക്കാൻ സാധിക്കണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി പരിശുദ്ധ അമ്മ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. കോഴിക്കോട് നിന്നുള്ള ജിഷയുടെ സാക്ഷ്യം. മാസം തികയാതെ ജനിച്ച കുഞ്ഞിനെ കിട്ടില്ല എന്ന അവസ്ഥയിലാണ് ഭർത്താവ് ഉടമ്പടിയെടുക്കുന്നത്. ഉടമ്പടിയുടെ അത്ഭുത ദൈവിക ഇടപെടൽ എൻ്റെ കുടുംബവും തിരിച്ചറിഞ്ഞു. 2023 ഞാൻ 5.5 മാസത്തിലാണ് 2ാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുന്നത്. 640 ഗ്രാം മാത്രമായിരുന്നു കുഞ്ഞിൻ്റെ തൂക്കം. ജനിച്ചയുടനെ കുഞ്ഞിനെ NICUവിലേക്ക് മാറ്റി. യാതൊരു ഇംപ്രൂവ്മെന്റും ഇല്ലായിരുന്നു. മകൾ സെപ്റ്റിക് ഷോക്ക് എന്ന അവസ്ഥയിലേക്ക് വന്നു. യൂട്യൂബിലൂടെ പ്രാർത്ഥനകളും സാക്ഷ്യങ്ങളും കണ്ടു. കുഞ്ഞിനെ കിട്ടില്ല എന്ന അവസ്ഥയിൽ ഭർത്താവ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കണ്ട് പ്രാർത്ഥിച്ചു. കുഞ്ഞിന് വെഞ്ചരിച്ച് നേർച്ച വസ്തുക്കൾ കൊടുത്തു. അതിനുശേഷം കുഞ്ഞിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. സൗഖ്യം ലഭിച്ചു. തൃശൂർ ആമ്പല്ലൂരിൽ നിന്നുള്ള സെലീനയുടെ സാക്ഷ്യം. B.Ed പാസ്സായ എൻ്റെ മകൾ ജോലിയില്ലാതെ അലയുകയായിരുന്നു. ഉടമ്പടിയുടെ ഉടനടി അനുഭവം. എൻ്റെ മകൾക്ക് B.Ed പാസ്സായി 12 വർഷമായിട്ടും ജോലിയില്ലാതെ വിഷമിക്കുകയായിരുന്നു. 2 പ്രാവശ്യം എക്സാം എഴുതിയിട്ടും പാസ്സായില്ല. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടിയെടുത്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 3ാമത് എഴുതിയ എക്സാം മകൾ 2ാം റാങ്കിൽ പാസ്സായി ഒരു ഗവൺമെൻറ് ജോലി നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. കൂടാതെ എൻ്റെ ഇളയ മകൾ +2 എക്സാമിൻ്റെ സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 93% മാർക്കോടുകൂടി മകൾ പാസ്സായി. 30 വർഷമായി വേനൽക്കാലത്ത് വെള്ളം വറ്റിയിരുന്ന കിണറിൽ വെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വെള്ളം വറ്റാതെ പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു.